കഥ പറഞ്ഞു തരാം. ഒരിക്കൽ പ്രവാചകനും ശിഷ്യന്മാരും സദസ്സിലിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു യാചകൻ കയറി വന്നു. ആ യാചകൻ നബിയോട് പറഞ്ഞു, നബിയെ വല്ലതും തരണേ. മുത്ത് നബി അദ്ദേഹത്തോട് ചോദിച്ചു, ഓ എന്താ, നീ എന്തിനാണ് യാചിക്കുന്നത്? നിന്റെ കയ്യിൽ ഒന്നുമില്ല. ഇല്ല, എന്നാലും എന്തെങ്കിലും ഉണ്ടാവല്ലോ. നീ നോക്കിയേ, എന്റെ കയ്യിൽ പുതപ്പും വെള്ളിപ്പാത്തുണ്ട്. ആ യാചകൻ നബിയോട് പറഞ്ഞു, പുതപ്പും വെള്ളിപ്പാത്തും. മുത്ത് നബി അദ്ദേഹത്തോട് പറഞ്ഞല്ലോ, നല്ല കൊണ്ടുവരൂ. ആ യാചകൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി പുതപ്പും വെള്ളിപ്പാത്തും എടുത്ത് നബിയുടെ അടുത്തേക്ക് കൊണ്ടു. നബി ശിഷ്യന്മാരോട് ചോദിച്ചു, ധാരാണ് വിലക്ക് വാങ്ങുക? ഒരു സ്വഹാബി കൈ ഉയർത്തി പറഞ്ഞു, നബിയെ ഇതിനാ 2 ദിർഹമിന് വാങ്ങാം നബിയെ. പുതപ്പും വെള്ളിപ്പാത്തും 2 ദിർഹമിന് വാങ്ങി. 2 ദിർഹം യാചകർക്ക് നൽകി. മുത്ത് നബി അദ്ദേഹത്തോട് പറഞ്ഞു, 1 ദിർഹം കൊണ്ട് നീ വീട്ടാവശ്യത്തിന് എടുക്കുക. 1 ദിർഹം കൊണ്ട് നീ മഴ വാങ്ങി കാട്ടിൽ പോയി മരം വെട്ടി ജീവിക്കുക. ആ യാചകൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി. 2 ആഴ്ച കഴിഞ്ഞ് ആ യാചകൻ നബിയുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ 10 ദിർഹം ഉണ്ടായിരുന്നു. മുത്ത് നബി അദ്ദേഹത്തോട് പറഞ്ഞു, അടുത്തത് സ്കിറ്റ് റാസിൻ പി, മുഹമ്മദ് താജുദ്ദീൻ, ഷഹബാസ്, ഷബാൻ 5ാം ക്ലാസ്. പെട്ടെന്ന് വരാം. ഈ ഇലക്ട്രിക് സാധനങ്ങളുടെ മുമ്പിലുള്ള ചെയർ ഒന്ന് മുതിർന്ന ആൾക്കാരൊന്ന് മാറ്റി കൊടുക്കും. കറണ്ടാണ്, ഷോക്ക് ഉണ്ടാകും, ശ്രദ്ധിക്കുക. Allah